ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 8/6/2024 നടന്ന CPO എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ്. വീഡിയോയിലേക്ക് പോകാം. 31ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. അപ്പോൾ അതിനകത്ത് ആൻസർ ഇല്ല. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സമത്വ സമാജം സ്ഥാപിച്ചത് 1836 വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. 1917 സ്ഥാപിച്ചത്. ബാലഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. 1921 പ്രസിദ്ധീകരിച്ചത്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്നതായിരുന്നു ഇതിൻ്റെ മുഖവാക്യം. അപ്പോൾ അഭിനവ കേരളത്തിൻ്റെ മുഖവാക്യം എന്തായിരുന്നു? ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ 1907. കേരള ലിങ്കൻ, കേരള കവി തിലകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? കേരള ലിങ്കൻ, കവി തിലകൻ. കുമാര ഗുരുദേവൻ സ്ഥാപിച്ചതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. എന്നാണ് സ്ഥാപിച്ചത്? 1909 കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ. അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇരവിപേരൂറാണ്. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂർ. 32 ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്ത്? ആൻസർ ഓപ്ഷൻ സി, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് പേര്. ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന രക്തകോശങ്ങൾ ഒരു അരിവാളിൻ്റെ ആകൃതിയിലാകുന്ന പാരമ്പര്യ രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. അതുപോലെ ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാത്ത രോഗമാണ് ഹീമോഫീലിയ. ക്രിസ്മസ് ഡിസീസ് എന്നും ഹീമോഫീലിയ അറിയപ്പെടുന്നു. അപ്പോൾ ജീവകം B12ൻ്റെയും B9ൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ജീവകം B9 അറിയപ്പെടുന്ന പേരാണ് ഫോളിക് ആസിഡ്. ജീവകം B9ൻ്റെ പേരെന്താണ്? ഫോളിക് ആസിഡ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. തവിട്, പാൽ, പച്ചക്കറികൾ തുടങ്ങിയവയിലാണ് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത്. അപ്പം ജീവകം B9 അഥവാ ഫോളിക് ആസിഡ് എന്തിൻ്റെ നിർമ്മാണത്തിനാണ് സഹായിക്കുന്നത്? ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഇനി ജീവകം B12 അഥവാ സയാനോകോബാലമിൻ. അപ്പോൾ ജീവകം B12ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. അപ്പോൾ പെർനീഷ്യസ് അനീമിയ ജീവകം B12ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകമാണ് ജീവകം B12. ചുവന്ന മാംസത്തിലാണ് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത്. 33 മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും
പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ ഡി, കരൾ. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം മലേറിയ. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? മലേറിയ. മലേറിയ പരത്തുന്ന കൊതുകുകൾ അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന ഒരു പരാദജീവിയാണ് മലേറിയ പരത്തുന്നത്. മലേറിയയ്ക്ക് കാരണമാകുന്ന 4 തരം പ്ലാസ്മോഡിയം അണുക്കളാണ് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം ഓവേൻ. ഏറ്റവും ഗുരുതരമായ മലേറിയ ഉണ്ടാക്കുന്നത് ഏതണുവാണ്? ഫാൽസിപ്പാരമാണ്. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ് ഏറ്റവും ഗുരുതരമായ മലേറിയ ഉണ്ടാക്കുന്നത്. ലോകത്തിലെ ആദ്യ മലേറിയ പ്രതിരോധ വാക്സിൻ മോസ്ക്യൂറിക്സ് ആണ്. മോസ്ക്യൂറിക്സ് അഥവാ RTS. മലേറിയക്കെതിരെ സിങ്കോണ ചെടിയിൽ നിന്നും ക്യുനൈൻ എന്ന ഔഷധം വികസിപ്പിച്ചത് ഡോക്ടർ സാമുവൽ ഹാനിമാനാണ്. അപ്പോൾ മലേറിയയ്ക്ക് എതിരെ സിങ്കണ ചെടിയിൽ നിന്നും ക്യുനൈൻ എന്ന ഔഷധം വികസിപ്പിച്ചതാരാണ്? ഡോക്ടർ സാമുവൽ ഹാനിമാൻ. ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഡോക്ടർ സാമുവൽ ഹാനിമാനാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, സിക വൈറസ് തുടങ്ങിയവ പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. ഏതൊക്കെയാ? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, സിക വൈറസ്. ജപ്പാനീസ് എൻസഫലൈറ്റിസ് പരത്തുന്നത് ക്യൂലെക്സ് വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളും അനോഫിലസ് കൊതുകുകളും പരത്തുന്നുണ്ട്. 34. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏത്? ആൻസർ ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFC എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. N2O നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. അപ്പോൾ എന്താണ് ഹരിതഗൃഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്? അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി അത് ആഗിരണം ചെയ്യുന്ന താപത്തിൻ്റെ അളവ് കൂടുകയും അന്തരീക്ഷം അമിതമായി ചൂടുപിടിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം. അപ്പോൾ ഈ ഹരിതഗൃഹ പ്രഭാവം മൂലം എന്താണ് സംഭവിക്കുന്നത്? അന്തരീക്ഷത്തിൻ്റെ ചൂട് വർദ്ധിക്കുന്നു. ഹരിതഗൃഹ പ്രഭാവം ആദ്യമായി ലോകത്തെ അറിയിച്ച വ്യക്തിയാണ് ജോസഫ് ഫോറിയർ. അപ്പോൾ ജോസഫ് ഫോറിയർ ആണ് ഹരിതഗൃഹ പ്രഭാവം ആദ്യമായി ലോകത്തെ അറിയിച്ചത്. അപ്പോൾ ഈ ഹരിതഗൃഹ പ്രഭാവം തടയുന്നതിനായി ഒപ്പുവെക്കപ്പെട്ട ഉടമ്പടിയുടെ പേരാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് എന്നാണ് 1997 ഡിസംബർ 11 ഇന്ത്യ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 2002 ഓഗസ്റ്റ് 26 ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 ഫെബ്രുവരി 16 അപ്പോൾ എന്നാണ് ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത്? 2005 ഫെബ്രുവരി 16 35. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. പൊതുജനങ്ങളും ഡോക്ടർ സമൂഹവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ IMA കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ്റെ പേരാണ് നമ്മുടെ ആരോഗ്യം. അപ്പം നമ്മുടെ ആരോഗ്യം ആര് പ്രസിദ്ധീകരിക്കുന്ന മാഗസിനാണ്? IMA കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് പ്രസിദ്ധീകരിക്കുന്ന മാഗസിനാണ്. പൊതുജനങ്ങളും ഡോക്ടർ സമൂഹവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 36. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ. ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ എസ് ഫെയ്സി.
അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. പ്ലാനറ്റ് എർത്ത് പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര അസംബ്ലി അമേരിക്കയിലെ ഒറിഗോൺ സർവകലാശാല ആസ്ഥാനമായ ദ അലയൻസ് ഓഫ് വേൾഡ് സയൻറ്റിസ്റ്റ്സ് ആണ് പ്ലാനറ്റ് എർത്ത് പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര അസംബ്ലി. അടുത്ത ക്വസ്റ്റ്യൻ 37. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ആൻസർ ഓപ്ഷൻ ഡി, ദൂരം. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിന് പറയുന്ന പേരാണ് പ്രകാശവർഷം. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ്? പ്രകാശവർഷം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർസക്. ഏതൊക്കെയാ? പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർസക്. ഒരു പാർസക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. ഇപ്പോൾ ഒരു പാർസക് എന്ന് പറയുന്നത് എത്രയാ? 3.26 പ്രകാശവർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 38. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 500 വാട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ചെയ്ത പ്രവൃത്തിയുടെ അളവ് ഡിവൈഡ് ബൈ പ്രവൃത്തി ചെയ്യാനെടുത്ത സമയം. അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു ചെയ്ത പ്രവൃത്തിയുടെ അളവ് ഡിവൈഡഡ് ബൈ പ്രവൃത്തി ചെയ്യാനെടുത്ത സമയം. അപ്പോൾ ചെയ്ത പ്രവൃത്തിയുടെ അളവ് ഇവിടെ തന്നിട്ടുണ്ട് 1000 ജൂള്. പ്രവൃത്തി ചെയ്യാനെടുത്ത സമയവും തന്നിട്ടുണ്ട് 2 സെക്കൻഡ്. അപ്പം 1000നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും. എത്രയാണ് 1000നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ? 500. അപ്പോൾ ആൻസർ 500 ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 500 വാട്ട്. ജൂൾ പെർ സെക്കൻഡ് ഈക്വൽ ടു വാട്ട്. ഇത്രയേ ഉള്ളൂ. 39. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം എന്ത്? ആൻസർ ഓപ്ഷൻ എ, ഭൂമിയുടെ ആകൃതി. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂഗുരുത്വ ത്വരണമാണ് ജി, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഭൂഗുരുത്വ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എത്രയാണ് ജിയുടെ മൂല്യം? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ജിയുടെ മൂല്യം ധ്രുവപ്രദേശത്ത് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ധ്രുവപ്രദേശത്തുള്ള ജിയുടെ മൂല്യം എത്രയാ? 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്ത് വരുമ്പോൾ 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്രയാണ്? 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. അപ്പോൾ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവപ്രദേശങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാ? ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം.